ശ്രീദേവി ഇരിക്കും. ഇരിക്കൂ. ഞാൻ നേർച്ചയ്ക്കായിട്ട് തൊഴാൻ പോയതായിരുന്നു. വന്നപ്പോഴറിഞ്ഞത്. ചാത്തുണ്ണിയേട്ടൻ സൂക്കേടായിട്ടും കിടന്നിരുന്നു കുറച്ചു കാലം. കണ്ണടയുമ്പോൾ ഒരു കാര്യത്തിലെ ആൾക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. മോളെ ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് പോകാൻ സാധിച്ചു. മാധവേർത്തി, ഞാൻ വേണ്ടെന്താ ചെയ്യാം. ചാത്തുണ്ണിയേട്ടൻ ഉള്ളപ്പോഴും ഇല്ലാണ്ടായപ്പോഴും അന്യരെ സഹായിച്ചിട്ടേ ഉള്ളൂ. അങ്ങേരുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്ന് തടിച്ചു കൊഴുത്തവര് പലരും അത് മറന്നു. പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ ഒക്കില്ല. തീർന്നില്ലേ? അപ്പോ ശാരദ, ഞാൻ മേലിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരരുത്. എടി, നീ ബാംഗ്ലൂരിൽ പോയി പഠിച്ചത് ഇതാണോടി? കണ്ട ആമ്പിള്ളേരുടെ കൂടെ? കണ്ടവരല്ല, ഞാൻ പോയത് രാധാകൃഷ്ണന്റെ കൂടാ. ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം. എന്താ ഇത്? സ്റ്റാഫിന് മുമ്പ് വെച്ചോ? വാ പറയട്ടെ, വാടാ. എടാ, അവന്റെ മോളെ ചീത്തയാക്കി എന്റെ കുടുംബം നശിപ്പിച്ചടാ വാസു. അമ്മണിയല്ല എന്നോട് പറഞ്ഞു. ഇനി നീ ഇങ്ങനെ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കാതെ. പിന്നെ അവരെ ഞാൻ വെറുതെ വിടാനോ? അതല്ല, 10 പേരറിഞ്ഞ നമ്മുടെ മോക്കാട് അതിന്റെ പേര് ദോഷം. കാര്യം എനിക്ക് വിട്ടുന്നേക്ക്, ഞാൻ സമാധാനമായിട്ട് കൈകാര്യം ചെയ്തോളാം. രാധാകൃഷ്ണൻ ഇരിക്ക് രാധാകൃഷ്ണ. എന്താടോ ഒരു പ്രശ്നം? നീയും ഡെയ്സി മോളും പറയേ. നീ അവളെ വിളിച്ച് ഹോസ്റ്റലിന് പുറത്തു കൊണ്ടുപോകാറുണ്ടോ? പറയേ. ഉണ്ട്. എവിടെയൊക്കെ? പരിഭ്രമിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങള് റെസ്റ്റോറൻറ്റില്, സിനിമയ്ക്ക്, ലാൽബാഗില്. പിന്നെ നീ അവളെ ഒരു ദിവസം മൈസൂർ വൃന്ദാവനത്തേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ മുറി എടുത്ത് താമസിച്ചോ? അതൊക്കെ തെറ്റല്ലേ രാധാകൃഷ്ണ? അവളൊരു കുട്ടിയല്ലേ, അങ്ങനെ കൊണ്ടുപോയി പഴപ്പിക്കാവോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഡെയ്സി എന്നെ കല്യാണം കഴിക്കൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവര് ജാതി വേറെ, ക്രിസ്ത്യാനികള്, നമ്മൾ ഹിന്ദുക്കളല്ലേ. ജാതിയും മതമൊന്നും സ്നേഹത്തിന് ഇല്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. നിനക്ക് സ്വന്തമായിട്ടൊരു ഏർപ്പാട് തുടങ്ങാനുള്ള പണം ഇതിലുണ്ട്, എടുത്തു. ഇനി ആ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ആളെ വിട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു വിലപേശാനാണെന്ന്. ഇതിനെന്നെ കിട്ടില്ല. രാധാകൃഷ്ണ, എന്നെ ഒഴിവാക്കി ഡെയ്സിയെ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കണ്ട, നടക്കില്ല. എടാ, നിന്റെ തടി ചീത്തയാവും. ഭീഷണിയൊന്നും വേണ്ട സാർ. വരട്ടാനാണെങ്കിൽ എനിക്കും അറിയാം. എന്നെ നിനക്കറിയാമല്ലോ. വാസ്കോയുടെ സ്പിരിറ്റ് കച്ചവടത്തിന്റെ താവളങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ച് നിങ്ങളുണ്ടാക്കിയ കള്ളപ്പണത്തിന്റെ കണക്കുകൾ മുഴുവൻ എനിക്കറിയാം. രാധാകൃഷ്ണ, ആ പെണ്ണിന് ബൃന്ദാവനത്തിൽ മാത്രമല്ല മറ്റെവിടെയൊക്കെ കൊണ്ടുപോയെന്നും എന്തൊക്കെ ചെയ്തെന്നും ഉള്ള തെളിവുകൾ, ഫോട്ടോ സഹിതം എന്റെ കയ്യിലുണ്ട്. അവളെ ഉടുതുണിയില്ലാതെ
പയ്യന്റെ കാറ്റ് പോയി. ചത്തങ്കി എടുത്ത് എറിയടാക്കിയോട്ട് എറിയാൻ.